ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസൺ ആരംഭിക്കാൻ ഇനി 6 ദിവസമാണുള്ളത്. 22-ന് ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ഇത്തവണ മികച്ച യുവതാരങ്ങൾ കരുത്ത് കാട്ടാൻ കാത്തിരിക്കുകയാണ്. അവസാന 4 സീസണുകളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ കൂടുതൽ തവണ കളിയിലെ താരമായത് ആരാണെന്ന് നോക്കാം. CSKയുടെ ഋതുരാജ് ഗെയ്ക്വാദാണ് ഈ റെക്കോർഡ് തലപ്പത്തുള്ളത്. 52 മത്സരങ്ങളിൽ നിന്നും 10 തവണയാണ് ഋതുരാജ് ഈ നേട്ടത്തിലേക്ക് എത്തിയത്. ഇന്ത്യൻ ടീമിൽ ഋതുരാജ് സീറ്റില്ല. പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും സ്ഥിരമായി അവസരം അവകാശപ്പെടാനില്ല. എന്നാൽ CSKയ്ക്കൊപ്പം IPLൽ തകർപ്പൻ പ്രകടനമാണ് ഋതുരാജ് നടത്തുന്നത്. സ്ഥിരതയോടെ കളിക്കുന്ന ഋതുരാജ് CSKയുടെ അടുത്ത നായകനായി എത്തുമെന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഈ സീസണിലും CSK വലിയ പ്രതീക്ഷ വയ്ക്കുന്ന താരമാണ് ഋതുരാജ് എന്ന് പറയാം. ഈ സീസണിലും നിരവധി മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം താരം പ്രതീക്ഷിക്കുന്നു. 2ാം സ്ഥാനത്തുള്ളത് KL രാഹുലാണ്. 51 മത്സരത്തിൽ നിന്നും 8 തവണ അദ്ദേഹം കളിയിലെ താരമായി. ലക്നൗ സൂപ്പർ ജയൻസിന്റെ നായകനായ രാഹുൽ നിലവിൽ ഓപ്പണറായാണ് കളിക്കുന്നത്. എന്നാൽ അടുത്ത സീസണിൽ രാഹുൽ മധ്യനിര കളിച്ചേക്കുമെന്നാണ് വിവരം. ഗുജറാത്ത് ടൈറ്റൻസ് നായകനായ ശുഭ്മാൻ ഗില്ലും 8 തവണ കളിയിലെ താരമായി. എന്നാൽ 64 മത്സരങ്ങൾ കളിച്ചു. ഇത്തവണ ഹർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് കൂടുമാറിയതോടെ ശുഭ്മാൻ ഗില്ലിന് നായക സ്ഥാനം ലഭിച്ചത്. 3ാം സ്ഥാനത്ത് 3 താരങ്ങളാണുള്ളത്. രാജസ്ഥാൻ റോയൽസിന്റെ ജോസ് ബട്ട്ലർ, പഞ്ചാബ് കിങ്സിന്റെ ശിഖർ ധവാൻ, ചെന്നൈ സൂപ്പർ കിങ്സിന്റെ രവീന്ദ്ര ജഡേജ എന്നിവരാണ് 3ാം സ്ഥാനത്ത്. ഈ 3 പേരും 6 തവണ വീതമാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത്. ബട്ട്ലർ രാജസ്ഥാനൊപ്പം റെക്കോർഡ് പ്രകടനമാണ് 15ാം സീസണിൽ കാഴ്ചവെച്ചത്. എന്നാൽ 16ാം സീസണിൽ ശരാശരി പ്രകടനമാണ് നടത്തിയത്. ഇത്തവണ ബട്ട്ലറുടെ പ്രകടനത്തിൽ രാജസ്ഥാന് പ്രതീക്ഷകളേറെ. രവീന്ദ്ര ജഡേജയുടെ മികവിലാണ് അവസാന സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കപ്പടിച്ചത്. ഓൾറൗണ്ട് പ്രകടനവുമായി ജഡേജ CSKയ്ക്കായി കസറുന്നു. ഇത്തവണയും ഈ മികവ് ടീമിന് വലിയ പ്രതീക്ഷ നൽകുന്നു. ശിഖർ ധവാൻ പഞ്ചാബ് കിങ്സിന്റെ നായകനാണ്. ഇന്ത്യൻ ടീമിന് പുറത്തുള്ള ധവാൻ IPLൽ ശ്രദ്ധേയ പ്രകടനം തുടരുകയാണ്. യുസ്വേന്ദ്ര ചഹൽ, ടിൻഡൻ ഡിക്കോക്ക്, ഹാം ഡുപ്ലിസിസ്, SS ജയ്സ്വാൾ, മാർക്കസ് സ്റ്റോയിനിസ്, സൂര്യകുമാർ യാദവ് എന്നിവർ 5 തവണ വീതം കളിയിലെ താരമായിട്ടുണ്ട്. കോഹ്ലി 4 തവണയും രോഹിത് 2 തവണയും ഈ കാലയളവിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയിട്ടുണ്ട്. ധോണിക്ക് 1 തവണ പോലും ഈ നേട്ടത്തിലേക്ക് എത്താനായില്ല. ഇത്തവണത്തെ IPLൽ പല യുവതാരങ്ങളും ശ്രദ്ധേയ പ്രകടനം നടത്താൻ സാധ്യതയുണ്ട്. SS ജയ്സ്വാൾ ഇത്തവണ ഓറഞ്ച് ക്യാപ്പ് നേടുമെന്ന് പ്രവചിക്കുന്നവർ ഏറെയാണ്.